പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ രൂപാന്തരണം, അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ശക്തമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുക എന്നത് ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ രൂപാന്തരണം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവാനുഭവം ഉണ്ടായത്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. ഈ 1 മണിക്കൂർ സമയം നല്ല ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുക. പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാന വേളയിലും ഈശോയിൽ വന്ന് നിറയുന്നത്, അവിടെയും ലൂക്കാ സുവിശേഷകൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നമുക്കതുകൊണ്ട് പ്രാർത്ഥന വിടാതെ, പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടുത്താതെ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഒരു പരിശുദ്ധ ബലി കൊണ്ട് തന്നെ നമുക്ക് ഈ ഈശോയ്ക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടാകാൻ ദൈവം ഇടവരുത്തും. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റു പറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ പ്രിയപുത്രനെ ശ്രവിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ ആന്തരികമായി പരിപോഷിപ്പിക്കാൻ കനിയണമേ. അങ്ങനെ ആത്മീയമായ ഉൾക്കാഴ്ചയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വത്തിൻ്റെ ദർശനത്താൽ ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദയരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാനെങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2 പിളർന്ന് ഭാഗങ്ങൾ നേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഗാഠനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരമരണമേ. എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുവിൻ. ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടു പഠിക്കുവിൻ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു.
എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായതു മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം തീർത്ഥമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ശോഭിക്കുന്ന മേഘത്തിൽ നിന്ന് നിത്യപിതാവിൻ്റെ സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, വീണ്ടും വീണ്ടും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, വീണ്ടും വീണ്ടും ദൈവം ജീവിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, രൂപാന്തരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശക്തമായ പ്രാർത്ഥനയാണ്.
ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞത് ആകാശത്തേക്ക് നോക്കുക. ഇതൊരു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മനോഭാവമാണ്. സ്വർഗത്തിലേക്ക് നോക്കുക, അല്ലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗം ആകാശത്തിലേക്ക് നോക്കുക. നീ ഭൂമിയിലെ പിടുത്തം വിട്ടിട്ട് പ്രാർത്ഥനയിലായിരിക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത്. ഈ രൂപാന്തരണം, ഈശോയുടെ രൂപാന്തരണം മത്തായിയും മർക്കോസും വിവരിക്കുമ്പോൾ ഈ ഒരു കാര്യം അവിടെ പറയുന്നില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം അത് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ജ്ഞാനസ്നാന വേളയിലും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശക്തമായ ദൈവാനുഭവത്തിന് പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം. ഇല്ല, ഒരു കുടുംബത്തിൽ കുഞ്ഞ് വേണം. കുടുംബത്തിൽ സംഭവിക്കേണ്ട ഒരു നന്മയാണ് കുഞ്ഞ്. ഇല്ല, കുടുംബത്തിലല്ല നന്മകൾ സംഭവിക്കേണ്ട. ജോലി കിട്ടണം, വീട് പണിയണം, കടബാധ്യതമാണ്. കുടുംബത്തിൽ നന്മ സംഭവിക്കണ്ടേ? കുടുംബത്തിൽ നന്മ സംഭവിക്കണമെങ്കിൽ നന്മ എവിടെയാണ് കടന്നു വരിക? പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആണ് നന്മകൾ കടന്നു വരിക. പ്രാർത്ഥന കൊണ്ട് നിറക്കുക. അല്ല, ഒരു കുഞ്ഞ് എന്ന നന്മ കടന്നു വരാൻ പ്രാർത്ഥന കൊണ്ട് നിറക്കണം. ഭവനം പ്രാർത്ഥന കൊണ്ട് നിറക്കണം. ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അലട്ടുന്നൊരു പ്രശ്നം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഇല്ലേ, അമ്മമാരൊക്കെ പറയുന്ന കാര്യമാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന് കുറേ പ്രതിസന്ധികളുണ്ട്, പക്ഷേ അദ്ദേഹം തന്നെ അനലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്, അച്ഛാ, വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കം വന്നിട്ടുണ്ട്, അതാണ് എൻ്റെ ഈ വീഴ്ചയ്ക്ക് കാരണം എന്ന് മുഖവരയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് അങ്ങനെ ഒരു പുരുഷനാണ്. അങ്ങനെ ഒരാൾക്ക്, സാധാരണ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളൊക്കെ അല്ലേ, അപ്പോൾ അയാൾ ഒരു അൽമായ വ്യക്തി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതെന്നെ അതിശയിപ്പിച്ചു. പ്രാർത്ഥന. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവർ ഉണർന്നിരുന്നു. ഈ രൂപാന്തരണ സമയത്ത് നിദ്രാവിവശരായിരുന്നിട്ടും, അത് നമുക്ക് ഊഹിക്കാൻ പറ്റും എങ്ങനെയാണ്. ഉറക്കച്ചടമുണ്ടായിട്ടും അവരെ ഉണർന്നിരുന്നു. എന്തൊരു ദൈവാനുഭവമാണ് അപ്പോൾ അവിടെ ഉണ്ടായത്. അപ്പോൾ പ്രാർത്ഥനയിലാണ് ഇത് സംഭവിക്കുക. ഇത് ഈശോ പറയുന്നൊരു കാര്യം, ഗാഠബന്ധം, പിതാവുമായിട്ടുള്ള ഗാഠബന്ധം. അത് ഈശോ ശിരസ്സാണെന്ന് പറയുമ്പോൾ ശിരസിനോട് ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതാണ് കൊളോസിയർ 2:19. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല, ദൈവത്തോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. അതുകൊണ്ടാണ് ദൈവാനുഭവങ്ങൾ ഉണ്ടാകാത്തത്. ദൈവാനുഭവങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഈ രൂപാന്തരണ സമയത്ത് മോശ, ഏലിയ ഇവരൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ശക്തമായ ദൈവാനുഭവം. നിയമവും പ്രവാചകന്മാരും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, നിയമത്തെയോ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് വന്നത്. അപ്പോൾ മോശയും ഏലിയായും ഈശോയും വരുമ്പോൾ സകലത്തിൻ്റെയും പൂർത്തീകരണമാണ്. ഇവിടെ അൾത്താരയുടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട IHS യേസുസ് ഹോമിനും സാൾവത്തോറും, യേശു മനുഷ്യരക്ഷകൻ എന്ന സംഭവം പൂർത്തീകരിക്കണം. അതിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത്. ജെറുസലേമിൽ സംഭവിക്കേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. ജെറുസലേമിൽ സംഭവിക്കേണ്ട കടന്നുപോകൽ എന്താണ്? ഈശോയുടെ കുരിശുമരണമാണ്. ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോയെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്. ഞാനിങ്ങനെ നമ്മളിപ്പോൾ ഒരു നന്നായിട്ട് ചെയ്യുന്ന ഒരാളോട്, മക്കളെ അതങ്ങ് തുടരുക, ക്യാരി ഓൺ എന്ന് പറയുന്ന പോലെ, മകനെ, ബെസ്റ്റ് മകനെ, നീ നന്നായിട്ടാണ് ചെയ്യുന്നത്, നീ തുടരുക എന്ന് പറയുന്നത് പോലെയാണ് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ. നീ എൻ്റെ പ്രിയപുത്രനാണ്. നിന്നെ എന്തിനാ ഞാൻ വിട്ടത്? മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഇതുവരെ ചെയ്തത് കറക്റ്റാണ്. നീ തുടർന്നങ്ങ് മുന്നോട്ട് പൊക്കോ, മരണത്തിലേക്ക്, ജെറൂസലേമിലേക്ക്. അപ്പോൾ ഇതൊരു ക്യാരി ഓൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്ക്
ഈശോ ദേവാലയത്തിൽ ഈശോയെ നഷ്ടപ്പെടുന്ന സമയത്ത് അവരെ കണ്ടെത്തുമ്പോഴും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്ക 1:49, ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഈശോയ്ക്കൊരു കൺവിക്ഷൻ ഉണ്ട്. പിതാവുമായിട്ടുള്ള ബന്ധം ഈശോ നന്നായിട്ടാണ് ചെയ്യുന്നതെന്ന് ഈശോയ്ക്കൊരു കൺവിക്ഷൻ ഉണ്ട്. ഇപ്പതേ സ്വർഗം പറയുകയാണ് നീ നന്നായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മക്കൾ പരീക്ഷാ കാലഘട്ടമല്ലേ, മക്കൾ പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും അറിയില്ല, നമ്മൾ ആദ്യം നമ്മളെ കൺവിൻസ് ചെയ്യണം. പഠിക്കുകയാണെന്ന് നമ്മൾ ആദ്യം നമ്മളെ കൺവിൻസ് ചെയ്യണം. അപ്പനോ അമ്മയോ കാണിക്കാൻ വേണ്ടി പഠിച്ചിട്ട് അവർ നോക്കുമ്പോൾ അതെ കൊച്ചിരുന്ന് പഠിക്കാൻ, അവർ പറയും അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നമുക്കല്ലേ അറിയൂ പഠിക്കുകയാണോ ഇല്ലയോ എന്ന്. ഫോണും വെച്ചോണ്ടിരിക്കുകയാണെന്ന് നമുക്കല്ലേ അറിയൂ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണോ എന്ന് നമുക്കല്ലേ അറിയൂ. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ അപ്പനും അമ്മയും സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ ഒത്തിരി പഠിച്ചാണോ ചാ, എന്നിട്ട് എന്താണ് മാർക്ക് കിട്ടാഞ്ഞെന്ന് അറിയില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്യണം. ഈ തപസ്സുകാലത്തിൻ്റെ അരൂപിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് ബോധ്യമുണ്ടോ നീ കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന്? നീ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ കൂടെ നിന്നുവാണ് ഈ തപസ്സുകാലത്തിലേക്ക് നീ ഈ കുരിശുമരണ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന തിരുനാളുകളിലേക്ക് നീ പോകുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ സ്വർഗം നിന്നെക്കുറിച്ച് പറയോ നീ കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന്? നീ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, നീ ബെസ്റ്റാണ്. നമ്മളൊരു ഈസ്റ്റർ ഗിഫ്റ്റൊക്കെ ചോദിക്കുമ്പോൾ, ഈശോയെ, ഉദ്ധിതനായ ഈശോയെ, കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയെ, എനിക്കൊരു ഗിഫ്റ്റ് തരണമേ. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ ഭൗതിക നന്മകളുമാണ്. കുഞ്ഞുണ്ടാകണം, ജോലി ഉണ്ടാകണം, കടബാധ്യത മാറണം, വീട് പണിയാൻ പറ്റണം, വിദേശത്ത് പോകാൻ പറ്റണം, സമാധാനം ഉണ്ടാകണം. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവത്തിന് ബോധ്യം ഉണ്ടാകണം, ഇവൻ എൻ്റെ കൂടെയാണ്. അങ്ങനെങ്കിൽ സ്വർഗം നമുക്കിത് ഇങ്ങനെ എടുത്തു തരും. ഇന്ന് പിടിച്ച മക്കളെ എന്ന് പറഞ്ഞ അനുഗ്രഹം എടുത്തു തരും. അപ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തണം, നമ്മൾക്ക് ബോധ്യം ഉണ്ടാകണം. നമ്മൾ സാധാരണ പറയല്ലേ സെൽഫ് എസ്റ്റീം, സ്വയം ഒരു അഭിമാനം, ജീവിതത്തോടൊരു അഭിമാനം നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞ ഒരു ആത്മീയ മേഖലയിലും നമുക്കൊരു അഭിമാനം ഉണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പൈതലാണ്, ഞാൻ കറക്റ്റായിട്ടാണ് പോകുന്നത്, എനിക്ക് ദൈവത്തോട് നല്ല ബന്ധമുണ്ട് എന്ന് എനിക്ക് സ്വയം ഒരഭിമാനം ഉണ്ടാകണം നമുക്ക്. അതാണ് ദൈവാനുഭവം ഉണ്ടാകണം. ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ശക്തമായ ദൈവാനുഭവത്തിലാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വരിക. പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അനുഗ്രഹങ്ങൾ വരിക, ദൈവാനുഭവത്തിലാണ് അനുഗ്രഹങ്ങൾ വരിക. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സുവിശേഷ ഭാഗത്തിലും യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, പത്രോസുണ്ട്. ഈ ലൂക്കായുടെ സുവിശേഷം തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴും ഇവർക്ക് ഒരു പിശാച് ബാധിച്ചൊരു മകനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. ഇത്ര ദൈവാനുഭവം ഉണ്ടായിട്ട് എന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? അതാണ്, ഇവർക്ക് പോലും വീണ് പോയിട്ടുണ്ട് ഇവർ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന 9-ാം അധ്യായത്തിൽ തന്നെയാണ് ആരാണ് വലിയവനെന്നാണ് ഇവരുടെ ചർച്ച. ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ടും അവർ അന്വേഷിക്കുന്നത് ഞങ്ങളിൽ ആരാണ് വലുത്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ദൈവമേ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായിട്ടും അവരുടെ ചർച്ച മുഴുവൻ ആരാണ് വലിയവന് എന്നാണ്. വീണ്ടും യോഹന്നാൻ, ഒരാളവിടെ യേശുനാമത്തിൽ പിശാച് ബാധിനെ സുഖപ്പെടുത്തുമ്പോൾ അവനെ വിളിക്കും. അപ്പോൾ യോഹന്നാൻ വിളിക്കുമ്പോൾ അയാൾ വരില്ല. അപ്പോൾ യോഹന്നാൻ അവനെ വിലക്കി. അപ്പോൾ ഈശോ പറയും നമുക്കെതിരില്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ഈശോ അതിന് സപ്പോർട്ടാണ്. ഈ ഒരു ചിന്ത. ഇനി ഇവർ സമരിയക്കാരുടെ പട്ടണത്തിലൂടെ പോയി. അപ്പോൾ സമരിയക്കാർ ഈശോയെ സ്വീകരിച്ചില്ല. അവർ പറയുന്ന കാരണം അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും, അവരാണ് രൂപാന്തരണ വേളയിൽ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. യാക്കോബും യോഹന്നാനും അവർ പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പൊ യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ട് ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല, അവർക്ക് പറ്റിയില്ല.
ഇത്രയും ദൈവാനുഭവം ഉണ്ടായിട്ടും കൂടെ നിന്ന് യാക്കോബിനും യോഹന്നാനും അവർ ഓൺ ദ പ്രോസസ്സിലാണ് ഈശോയെ മനസ്സിലാക്കാനുള്ള. അപ്പം നമ്മുടെ കാര്യമോ? അതാണ് തോമാസ് ലീഹ എനിക്ക് കാണണം കർത്താവേ, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞത് അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരനുഭവം മതിയോ? ഒരനുഭവം ഉണ്ടായിട്ടും നമ്മൾ എത്രയോ പിന്നോക്കം പോയി ഇല്ലേ? സൗഖ്യത്തിൻ്റെയും ദൈവം രക്ഷിച്ചതിൻ്റെയും എത്രയോ അനുഭവങ്ങളുണ്ടായി, എന്നിട്ട് നമ്മൾ പിന്നോക്കം പോയില്ലേ? അങ്ങനെയെങ്കിൽ ദിവസേന അനുഭവം ഉണ്ടായാലോ? ഒരിക്കലും പിന്നോട്ട് പോയില്ല. ദിവസേന അനുഭവം ഉണ്ടാകണം. ദൈവാനുഭവം ദിവസേന ഉണ്ടാകണം. ഓരോ ദിവസവും ദൈവാനുഭവം ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവം ഉണ്ടാകണം. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അനുഭവം ഉണ്ടാകണം. എല്ലാ ദിവസവും ദൈവാനുഭവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂ. നമുക്ക് ഈ 2025 ഈ തപസ് കാലത്ത് നമുക്ക് ഈ ഒരു കൃപ നമുക്ക് ആഗ്രഹിക്കാം. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം, യേശുവേ എന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. സ്നേഹത്തിൻ ഇടയനാം നാഥനെ തീവ്രമായി നിന്നെ ആശിപ്പൂ, സ്നേഹത്തിൻ ഇടയനാം നാഥനെ തീവ്രമായി അങ്ങേ ആശിപ്പൂ. പാപമോചക രക്ഷക സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ, പാപമോചക രക്ഷക സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം. ഇങ്ങനൊരാഗ്രഹം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എനിക്ക് ഈശോയെ, എനിക്ക് നിന്നെ കാണണം കർത്താവേ, എനിക്ക് നിന്നെ കേൾക്കണം കർത്താവേ. ഈ തപസ് കാലത്ത് എനിക്ക് ശക്തമായ ദൈവാനുഭവം തരണേ കർത്താവേ. പരിശുദ്ധമ്മേ, ദൈവാനുഭവത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. ആമേൻ. നമുക്കിപ്പോൾ എഴുന്നേറ്റുന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുമല്ല. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ജനം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധമായി കാലയളവിൽ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനങ്ങളാലും സമൃദ്ധമായി പരിപോഷിപ്പിക്കപ്പെടാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശാന്തതയിലും സമാധാനത്തിലും നിലനിന്ന് നമ്മുടെ ഈ ദിനങ്ങൾ യഥാർത്ഥത്തിൽ കൃപയുടെയും രക്ഷയുടെയും സ്വീകാര്യമായ കാലയളവായി തീരാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികൾക്കും ഉപേക്ഷ വരുത്തുന്നവർക്കും വേണ്ടി അനുരഞ്ജനത്തിന്റെ ഈ കാലയളവിൽ അവിടുന്നിലേക്ക് തിരിച്ചു വരുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ പാപങ്ങളോട് വൈമുഖ്യം ഉളവാക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ ശക്തമായ ദൈവാനുഭവം തരണമേ. ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ മരണം വരെ കർത്താവെ നിന്നോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിടാം ഞാൻ. എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിടാം ഞാൻ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാഴ്ച വസ്തുക്കൾ ഞങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കുകയും പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ അങ്ങ് വിശ്വാസികളുടെ ശരീരത്തെയും മനസ്സിനെയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാരെ അറിയിച്ച ശേഷം വിശുദ്ധഗിരിയിൽ വെച്ച് അവിടുത്തെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്ന പോലെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് എത്തിച്ചേരാൻ മനസ്സാകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്ര
പരിശുദ്ധാത്മാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന അവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എങ്ങളിൽ കനിനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണി എങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാര്യങ്ങളിൽ പങ്കുകാരാകാൻ ഞങ്ങൾ അനുവദിച്ചതിന്, ഈ മഹത്വമേറെ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കൈലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയത് പോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയത് പോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിന്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തന്റെ മാതാവിന്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.